പലപ്പോഴും രാഷ്ട്രീയ നേതാക്കൾക്ക് ഏറ്റവും കൂടുതലായി വിമർശനങ്ങൾക്ക് ഇരയാകേണ്ടി വരുന്നത് അവർ നടത്തുന്ന ചില പരാമർശങ്ങളിലൂടെയാണ്. ഒരു പരിപാടിയിൽ വെച്ചോ അല്ലെങ്കിൽ അവരുടെ സോഷ്യൽ മീഡിയ പോസ്റ്റ് വഴിയോ അവർ നടത്തുന്ന പരാമർശങ്ങളിലൂടെ അവർക്കുണ്ടാകുന്ന വിന അത്ര ചെറുതൊന്നുമല്ല. അത്തരത്തിലൊരു പരാമർശം സമൂഹ മാധ്യമങ്ങളിൽ വലിയ കോളിളക്കമാണ് ഇപ്പോൾ സൃഷ്ടിച്ചത്. പരാമർശം നടത്തിയത് RMP നേതാവ് KS ഹരിഹരൻ. പറഞ്ഞത് കടുത്ത സ്ത്രീവിരുദ്ധ പരാമർശവും. ഹരിഹരൻ പറഞ്ഞത് എന്താണെന്ന് നോക്കാം. CPM-ന്റെ സൈബർ ഗുണ്ടകൾ കരുതിയത് അവർ ചില സംഗതികൾ നടത്തിയാൽ തീരുമെന്നാണ്. ടീച്ചറുടെ ഒരു അശ്ലീല വീഡിയോ ഉണ്ടാക്കിയെന്നാണ് പരാതി. ആരെങ്കിലും ഉണ്ടാക്കുമോ അത്? മറ്റാരുടെയെങ്കിലും ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാമെന്നും ഒരു നടിയെ പരാമർശിച്ചുകൊണ്ട് ഹരിഹരൻ പറഞ്ഞു. ഇതാണ് വിവാദത്തിന് ഇടയാക്കിയത്. ഈ പറയുന്ന വീഡിയോ ആരുണ്ടാക്കി? ഇതുണ്ടാക്കിയതിൽ P. മോഹനന്റെ മകൻ നികിതാസ് ജൂലിയസിന് വല്ല പങ്കുമുണ്ടോ? P. മോഹനന്റെയും ലതികയുടെ മകൻ നികിതാസ് ജൂലിയസ് ആണല്ലോ കോഴിക്കോട് ജില്ലയിൽ CPM-ന്റെ സൈബർ ലോകത്തെ നിയന്ത്രിക്കുന്നത്. അവനാണല്ലോ PV അൻവർ MLA-യുടെ പ്രധാനപ്പെട്ട ആൾ. ഇന്ദുമേനോൻ എന്ന എഴുത്തുകാരി പറയുന്നത് പ്രകാരമാണെങ്കിൽ അവനാണല്ലോ BJP-യുടെ ശ്രീധരൻ പിള്ള എന്ന ഗവർണർക്കു നേരെ കാർ ഓടിച്ചു കയറ്റി അയാളെ കൊല്ലാൻ നോക്കിയത്. ഇതൊക്കെ സൈബർ ലോകത്ത് വന്നതാണല്ലോ. ശ്രീധരൻ പിള്ളയെ പോലെ ഗോവ ഗവർണറുടെ വാഹന വ്യൂഹത്തിലേക്ക് കാർ ഓടിച്ച് അയാളെ കൊല്ലാൻ ശ്രമിച്ചിട്ട് ശ്രീധരൻ പിള്ള പറഞ്ഞത് ചെറിയ പയ്യനല്ലേ വിട്ടേക്കൂ എന്നാണ്. മാർക്സിന്റെയും ഏംഗൽസിന്റെയും 2 പുസ്തകവുമായി പോയതിനാണ് അലൻ ഷുഹൈബിനെയും താഹ ഫസലിനെയും UAPA ചുമത്തി P. മോഹനന്റെ നാട്ടിലെ പോലീസ് അറസ്റ്റ് ചെയ്തത്. കോഴിക്കോട് പന്തീരങ്കാവ് പോലീസായിരുന്നു അറസ്റ്റ് ചെയ്തത്. ഗവർണറെ കൊല്ലാൻ ശ്രമിച്ചതിന് കേസില്ല എന്നുമാണ് ഹരിഹരൻ പറഞ്ഞത്. എന്നാൽ പ്രസംഗം കഴിഞ്ഞപ്പോഴാണ് ആൾക്ക് മനസ്സിലായത് സംഭവം വഷളായിക്കൊണ്ടിരിക്കുകയാണെന്ന്. അപ്പോഴേക്കും ഹരിഹരനെതിരെ ആക്ഷേപങ്ങൾ ഉയർന്നു വരികയും ചെയ്തു. ഉടൻ തന്നെ ഒരു പോസ്റ്റ് ഇട്ടു. നാക്കൊന്ന് പിഴച്ചു, ക്ഷമിക്കണം. ശരിയാണ്, നാക്ക് പിഴയ്ക്കാത്തവരുണ്ടോ? എന്തായാലും ഹരിഹരന്റെ ക്ഷമാപണം എങ്ങനെയാണെന്ന് നോക്കാം. ഫേസ്ബുക്കിലൂടെയാണ് ഹരിഹരൻ ഖേദപ്രകടനം നടത്തിയത്. ഇന്ന് വടകരയിൽ നടത്തിയ ഒരു പ്രസംഗത്തിൽ അനുചിതമായ ഒരു പരാമർശം കടന്നു വന്നതായി സുഹൃത്തുക്കളും മാധ്യമപ്രവർത്തകരും എന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ടായി. തെറ്റായ ആ പരാമർശം നടത്തിയതിൽ നിർവ്യാജം ഖേദിക്കുന്നുവെന്നാണ് ഹരിഹരൻ പറഞ്ഞത്. എന്തായാലും സ്ത്രീവിരുദ്ധ പരാമർശത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ശൈലജയാണ്. അപ്പോ എന്തായാലും ടീച്ചർ അങ്ങനെ വെറുതെ വിടത്തില്ല. ഹരിഹരൻ പറഞ്ഞത് എന്തായാലും തെറ്റാണ്. അങ്ങനെ പെട്ടെന്നൊരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ മാപ്പ് പറഞ്ഞാൽ തീരുമോ ടീച്ചർക്കുണ്ടായ അപമാനവും വിഷമവും? എന്നാൽ വിവാദ അശ്ലീല വീഡിയോ വിഷയത്തിൽ KK ശൈലജ, ഒരു നടി എന്നിവരുടെ പേരെടുത്ത് പറഞ്ഞു നടത്തിയ ഹരിഹരന്റെ സ്ത്രീവിരുദ്ധ പരാമർശത്തെ KK രമ MLA തള്ളുകയും ചെയ്തു. KK രമ പറഞ്ഞത് ഇങ്ങനെയാണ്: ഇത്തരത്തിലുള്ള സ്ത്രീവിരുദ്ധമായ പരാമർശങ്ങൾ ഒരാളുടെയും ഭാഗത്ത് നിന്ന് ഉണ്ടാവരുത്. ആ നിലപാട് തന്നെയാണ് എക്കാലത്തും ഉള്ളത്. ഈ വിഷയത്തിലും ഇപ്പോഴും ആ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. ഒരു കാരണവശാലും അംഗീകരിക്കുകയില്ല, ന്യായീകരിക്കുകയുമില്ല. അതിനെ തള്ളിപ്പറയുന്നു. ഹരിഹരൻ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അതിനെ തള്ളിപ്പറയാൻ തയ്യാറായി എന്നതും നിർവ്യാജം ഖേദം പ്രകടിപ്പിച്ചതും പോസിറ്റീവായ കാര്യമാണെന്നാണ് രമ പറയുന്നത്. അതേസമയം ഹരിഹരനെതിരെ സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകിയിരിക്കുകയാണ് DYFI. എന്തായാലും ഹരിഹരൻ പറയാനുള്ളത് പറഞ്ഞും പോയി, തിരിച്ചെടുത്തിട്ടും ക്ഷമാപണം നടത്തിയിട്ടും എയറിൽ നിന്ന് ഇറങ്ങാനും പറ്റാത്ത അവസ്ഥയായി. എന്തായാലും ഇതിനി പാർട്ടിക്കുള്ളിൽ എന്തൊക്കെ വിനയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു തന്നെ അറിയണം.